ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവം വാങ്ങിച്ചു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് വാങ്ങിച്ചു തന്നിട്ട് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്കിത് വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ മീഷോയിൽ നിന്ന് ഒരു 300 റുപ്പീസിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ 300 സംതിങ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് പ്രൈസ്. അപ്പം അങ്ങനെ എൻ്റെ വിഷമം കണ്ട് എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ജേണൽ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഷോർട്സിന് വേണ്ടിയിട്ടായിരുന്നു, യൂട്യൂബ് ഷോർട്സിന്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര നേരെ ക്യാമറ വെച്ചിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെക്കുമ്പം പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ സൂം ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പം സംഭവം ഇതാണ്. നമ്മളങ്ങനെ ബോക്സൊക്കെ തുറന്നപ്പോൾ നമ്മൾ ബബിൾ റാപ്പിലൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര വലിച്ച് കീറി തുറക്കാനായിട്ടൊരു മടിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് പയ്യെ തുറക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം എടുത്തു കേട്ടോ. ഏകദേശം ഏപ്രിൽ 2-ാം തീയതി എങ്ങാണ്ടാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞത് ഇപ്പോൾ ഏപ്രിൽ 8-ാം തീയതിയാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. അത്ര ലാഗ് വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ജേണൽ. അടിപൊളി, നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ തീമിൽ ഞാനൊരു ഗ്രീൻ ഫോറസ്റ്റ് തീമിലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വോച്ചർ, എന്തോ ഒരു ഗിഫ്റ്റ് വോച്ചറോ ക്യാഷ് ബാക്കിൻ്റെ എന്തൊരു കാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്ക് ജേണൽ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഒരു ഫോറസ്റ്റ് ലുക്ക് ഒരു തീമാണ് കേട്ടോ. ഒരു ഗ്രീനറി ടച്ച് വരുന്നു. അപ്പം നമുക്കിത് തുറക്കാം. ഒരുപാട് സേഫ്റ്റി ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് തുറക്കാനുണ്ട്. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജേർണൽ ചെയ്യാനുള്ള ഡയറി അല്ലെങ്കിൽ നോട്ട്ബുക്ക് എന്നൊക്കെ പറയാം കേട്ടോ. ഇതാണ് സംഭവം. നല്ല രസമുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണിത്. A6 ടൈപ്പ് ബുക്കാണ് സൈസ് വരുമ്പം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചെറുതാണ്. ഭയങ്കര നല്ല ഒരു മീഡിയം സൈസാണ്, അങ്ങനെ ചെറുതാണ് കേട്ടോ. അങ്ങനെ ബുക്ക് സെറ്റായി. നെക്സ്റ്റ് വരുമ്പോൾ ഇതാണ് കേട്ടോ, കാർഡാണ്. 20 പീസിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ജേർണലിങ് വീഡിയോസും ജേർണൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം സംഭവം ഇതാണ് കേട്ടോ. 20 പീസിൻ്റെ കാർഡ് ജസ്റ്റ് ഇതിൽ ജേർണലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. കാർഡ് ടൈപ്പാണ്. കണ്ടോ, 20 എണ്ണമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ. എനിക്ക് ഇതിലുള്ള എല്ലാ സാധനവും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ ഭയങ്കര ഒരു ലൈറ്റ് കളറായിട്ട് തോന്നും കേട്ടോ എനിക്ക്. പക്ഷെ ഇത് റിയലിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് കളറാണ് കേട്ടോ. ഒരു ഭയങ്കര ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ വാഷി ടേപ്പാണ്. 2 പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വാഷി ടേപ്പ്. അടുത്തതും ഒരു ഡാർക്ക് വാഷി ടേപ്പ് കണ്ടോ. നെക്സ്റ്റ് വരുന്നത് സ്റ്റിക്കി നോട്ട്സാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കി നോട്ട്സ് എന്ന് വെച്ചാൽ ഒരെണ്ണം 20 പീസാണ് കേട്ടോ. ഉണ്ടോ, ഈ 3 സെറ്റായിട്ടാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം 20 പീസായിട്ട് മൊത്തത്തിൽ 60 പീസ് വരുന്നുണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജേണലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ലിസ്റ്റ് അതിലെന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ജേണൽ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അടുത്ത നോട്ട് ഉണ്ട്, നോട്ട്സ്. അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം നമുക്ക്. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 20 പീസ് ഇതും വരുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തതും ഒരു 20 പീസിൻ്റെ നോട്ടൊക്കെ എഴുതാൻ പറ്റിയ സംഭവം തന്നെയാണ്. അടുത്തത് വരുമ്പം 2 എൻവലപ്പുകളാണ് കേട്ടോ.
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും ഓരോന്ന് അയച്ചു കൊടുക്കത്തില്ല, അങ്ങനെ വെക്കുന്നതല്ല. ഇത് നമുക്ക് ഈ ഒരു ജേർണൽ സംഭവങ്ങൾ തന്നെ ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡ് ടൈപ്പ് എൻവലപ്പ് തന്നെ, അതിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡെക്കറേറ്റീവ് വുഡ് ഫ്രീ പേപ്പറാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. 10 ഷീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന പേരുകളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതേപോലെ നല്ല രസമുണ്ടല്ലോ അതിലുള്ള പിക്ചേഴ്സൊക്കെ കാണാൻ, നല്ല ക്യൂട്ടായിട്ട്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോട്ട് സ്റ്റിക്കി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം 10 പീസ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഫ്ലോട്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കിതിന് ഒരു സ്റ്റാമ്പ് എന്ന് തന്നെ പറയാം. സ്റ്റാമ്പ് ടൈപ്പാണ് കേട്ടോ. സ്റ്റാമ്പ് പോലെ നമുക്കിതിങ്ങനെ കീറിയെടുക്കാൻ പറ്റും. ഒരെണ്ണത്തിൽ തന്നെ 3 എണ്ണം ഉണ്ട്, അങ്ങനത്തെ സംഭവം. അപ്പം നെക്സ്റ്റ് വരുന്നത് പെറ്റ് സ്റ്റിക്കർ ഷീറ്റ്സ് ആണ് കേട്ടോ. 4 ഷീറ്റ് വരുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ജേർണൽ സെറ്റ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റിക്കർ കണ്ടപ്പം എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെ ഇതൊരു 52 പീസസിൻ്റെ ആണ്. 4 ഷീറ്റിൽ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് വാഷി സ്റ്റിക്കർ ഷീറ്റ്സ് ആണ് കേട്ടോ. 4 ഷീറ്റ് ഇതും വരുന്നുണ്ട്. അതിൽ 45 പീസസ് ഉള്ളൂ കേട്ടോ. മറ്റേതിൽ കുറച്ചുകൂടി ഉണ്ട്. അതും അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഡെക്കറേറ്റീവ് സൾഫേറ്റ് പേപ്പേഴ്സ് വരുന്നുണ്ട്. അത് 5 ഷീറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഇത് ഇത്രയാണ് ആ സൾഫേറ്റ് പേപ്പേഴ്സ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഡെക്കറേറ്റീവിൻ്റെ ലൈറ്റ് വെയ്റ്റ് പേപ്പേഴ്സാണ്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു വാഷി ടേപ്പിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഈ ഷീറ്റിനുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് റീഅറേഞ്ച്മെൻ്റൊക്കെ ചെയ്യണം, തിരിച്ചതേ കണക്ക് വെക്കണം. ഓക്കെ, നമുക്കിതിലെടുത്ത് എല്ലാം വീണ്ടും തിരിച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിതിൽ മീഷോയിൽ മാത്രമല്ല കേട്ടോ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ മീഷോയിൽ കുറച്ചുകൂടി റേറ്റൊക്കെ കുറഞ്ഞ് കിട്ടും, നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഇതിൽ കിട്ടും കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് തിരിച്ച് വെക്കാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിട്ടുള്ള സംഭവമായിരുന്നു എനിക്കിത് വാങ്ങണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞാൻ ഇത് ഫുള്ള് ഭയങ്കര ഡീറ്റെയിലായിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചും തരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വാങ്ങിച്ച് ഓർഡർ ചെയ്തതിന് ശേഷം എനിക്കിത് എന്തോന്ന് മനസ്സിലായി. ഇതിലെല്ലാം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം എല്ലാവരും ജസ്റ്റ് പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ, പക്ഷേ എല്ലാവരും ഭയങ്കര സ്ലോയിൽ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഞാൻ അപ്പോഴേ ഉറപ്പിച്ച് ഞാനിത് വരട്ടെ, ഞാനും നല്ല ഡീറ്റെയിലായിട്ട് കാണിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിലായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല കാക്കയുടെയോ അല്ലെങ്കിൽ വണ്ടിയുടെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകും, പക്ഷേ അതെനിക്ക് തോന്നുന്നു മാച്ചായിട്ട് പോയെന്ന് വെച്ചാൽ ഇതൊരു ഗ്രീൻ തീം ആൻഡ് ഫോറസ്റ്റ് തീം ആയതുകൊണ്ട് കാക്കയുടെയൊക്കെ സൗണ്ട് എനിക്ക് ഇതിൽ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിതെല്ലാം തിരിച്ച് വെക്കണം. ഇത് ഇത്തിരി ടാസ്ക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട്, ഭയങ്കര പാടായിരുന്നു. എല്ലാം കൂടി ഭയങ്കര ഷഫിളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പാടുപെട്ടു. ഓക്കെ, അങ്ങനെ അതും വെച്ചു. ഇനി നമുക്ക് ഉടനെ തന്നെ വേറൊരു സംഭവം കൂടി വരുന്നുണ്ട് കേട്ടോ, അൺബോക്സിങ്. അത് ഞാൻ ചിലപ്പോൾ ഷോർട്സിലായിരിക്കും ഇടുന്നത്. സ്റ്റിക്കർ ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന് പറ്റിയൊരു വിൻറ്റേജ് ടൈപ്പ്. അത് വരട്ടെ, അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ.
ഇതത്രയും അങ്ങനെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു, എല്ലാം അടച്ചു വെക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു നോക്കുക, നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള സംഭവമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.